നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് പുറത്ത് 1709 പേജുകളുടെ വിധിപ്പകർപ്പാണ് പുറത്തായത്. കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ എന്ന് പൾസർ സുനിയുടെ മൊഴി. പൾസർ ദിലീപിനെതിരായി മൊഴി മാറ്റിയെന്നും കോടതി. പൾസർ ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നും വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ വിധിപ്പകർപ്പിലെ പ്രസക്തമായ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുന്നു, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ടുള്ള പരാജയപ്പെട്ടു എന്ന അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം കോടതി ഇപ്പോൾ ഈ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രോസിക്യൂഷനാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഗൂഢാലോചന നടത്തിയത് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ജയിലിൽ നിന്ന് വന്നിട്ടുള്ള ഫോൺ കോളുകൾ, ആ ഫോൺ കോളുകളിൽ സംശയമുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണോ കെട്ടിച്ചമച്ചതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം തന്നെ പൾസർ സുനി തനിക്ക് കൊട്ടേഷൻ തന്നത് ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിരുന്നു. ആരാണ് ആ സ്ത്രീ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ആ സ്ത്രീയിലേക്ക് അന്വേഷണം പോകാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി തനിക്ക് ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ തന്നത് എന്ന് പൾസർ സുനി പറയുമ്പോൾ ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിക്കേണ്ടിയിരുന്നില്ലേ? ആ അന്വേഷണം എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് കോടതി ഇക്കാര്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരയുടെ, അതായത് അതിജീവിതയുടെ മൊഴിയിലെ വൈരുദ്ധ്യവും ചില കാര്യങ്ങളും ഇത് വിധിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മോതിരം, അതായത് ഈ ആക്രമിക്കപ്പെട്ടത് ഈ യുവതി തന്നെയാണ്, താൻ കൊട്ടേഷൻ നൽകിയ യുവതിയായി തന്നെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ യുവതിയുടെ, നടിയുടെ മോതിരം വീഡിയോയിൽ പകർത്തിയിരുന്നു. പക്ഷേ അത് ആദ്യം നൽകിയ റിപ്പോർട്ടിൽ അത്തരമൊരു സമീപനം ഉണ്ടായിരുന്നില്ല. 2017 ആദ്യം നൽകിയ റിപ്പോർട്ടിൽ, പിന്നീട് നൽകിയ റിപ്പോർട്ടിലാകട്ടെ ഈ വസ്തുത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലായി ഈ അതിജീവിത നൽകിയിരുന്ന മൊഴിയിൽ ഒരിടത്ത് പോലും ഈ മോതിരത്തിൻ്റെ കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഉൾപ്പെടാതെ പോയത്? അത് ആ വാദത്തിൽ വലിയ രീതിയിലുള്ള സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്നുള്ളതാണ്. അതായത് 2017 നവംബർ 22 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇക്കാര്യം ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ സംഭവം നടന്ന ശേഷം പലതവണ മൊഴി നൽകിയിട്ടുണ്ട് ഈ യുവതി. ഇവിടെ എവിടെയെടുത്തും ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഈ മൗനം ദുരൂഹമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മോതിരത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി എന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതായത് അത്തരം ഒരു വാദം, ഈ കൊട്ടേഷൻ ഈ നടിയെ ഉദ്ദേശിച്ചായിരുന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു. പക്ഷെ അതും സംശയലേശമന്യേ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ദിലീപിൻ്റെ ഫോണിലെ ചാറ്റുകൾ നീക്കം ചെയ്തു എന്ന പ്രോസിക്യൂഷൻ്റെ വാദമുണ്ടായിരുന്നു. ആ ഫോൺ എന്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് കോടതി ചോദിക്കുന്നു. അത് ദിലീപിലേക്ക് ഗൂഢാലോചന എത്തുന്ന മറ്റൊരു ലീഡായിരുന്നു. പക്ഷെ ആ ലീഡ് കാര്യമായി ഡെവലപ്പ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ഈ വിധിയിൽ പറയുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പൾസറും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ടുള്ള പരാജയമായിരുന്നു എന്ന് പറയുന്നു. പൾസർ ദിലീപിനെതിരായി ഉന്നയിച്ചിരുന്ന മൊഴി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു കണ്ടെത്തലാണ്. മറ്റൊന്ന്, ദിലീപിനെ പൂട്ടണം എന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്നു. ഇപ്പോഴും ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് പ്രോസിക്യൂഷൻ്റെ വാദം കോടതി തള്ളിയിരിക്കുകയാണ്. ഈ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണ് എന്നതിന് തെളിവില്ല. ആ ഒരു ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദിലീപിനെ ബോധപൂർവം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ദിലീപ് തന്നെ അത്തരത്തിലൊരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചു എന്നതായിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. ഈ ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂട്ടർ ഉയർത്തി കാണിച്ചത്. എന്നാൽ ഈ സംഭവത്തിൽ ഷോൺ ജോർജിനെ വിസ്തരിച്ചിട്ടില്ല എന്നുള്ളത് കോടതി എടുത്തു പറയുന്നു. ഈ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത ആളെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 8ാം പ്രതിയുടെ, അതായത്
ദിലീപിന്റെ സഹായത്തോടെയാണെന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല. അതായത് ആ ലീഡും അവിടെ അടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് മിഥുൻ, ഈ കോടതി കൃത്യമായ രീതിയിൽ വാദഗതികൾ നടന്നു, വിധി പ്രഖ്യാപനമുണ്ടായി, ശിക്ഷ വിധിച്ചു. പക്ഷേ എവിടെയൊക്കെയോ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു, ഉത്തരങ്ങളും അവിടെ തന്നെ നിൽക്കുന്നു എന്ന് വേണം ഈ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദിലീപിന് ഈ കേസിൽ ഗൂഢാലോചന നടത്തിയതുണ്ട് എന്ന് ആരോപിച്ചിരുന്ന പല ആരോപണങ്ങളും ആ ആരോപണങ്ങൾ പകുതിക്ക് വെച്ച് സ്റ്റക്ക് ആവുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളടക്കം കൃത്യമായി ദിലീപിലേക്ക് എത്താനുള്ള ലീഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലീഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലോ അത് കൃത്യമായി സംശയലേശമന്യെ തെളിയിക്കുന്നതിനോ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതിൽ ഏറ്റവും മറ്റൊരു ആരോപണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതായിരുന്നു, അത് പൂർത്തിയാക്കാമെന്ന് കരുതുന്നു. അത് ബാങ്ക് ലോക്കറിന്റെ ഒരു ആരോപണമാണ്. അതായത് ഈ നടിയുടെ ദൃശ്യങ്ങൾ, നടിയെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മൊബൈൽ ഫോണും അതുപോലെ തന്നെ അതിൻ്റെ ദിലീപ് ബാങ്ക് മറ്റേ മൊബൈൽ മെമ്മറി കാർഡും സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ടും ലോക്കറും ദിലീപ് നിർമ്മിച്ചു എന്നായിരുന്നു കണ്ടെത്തലുണ്ടായിരുന്നത്. പക്ഷേ ഈ നിഗമനം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നത്. പ്രോസിക്യൂഷൻ സാക്ഷിക്ക് ലോക്കർ തുറന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായി മൊഴി നൽകാൻ യോഗ്യതയില്ല എന്ന് കോടതി വിലയിരുത്തുകയാണ്. വെറും ആരോപണങ്ങൾ മാത്രമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ഇതൊന്നും തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഇല്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ദിലീപിലേക്ക് എത്താനുള്ള പല വഴികൾ തുറന്നിട്ടിട്ടും അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു അന്വേഷണം എത്തുന്നില്ല. ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച് കടന്നു പോകുന്നു അല്ലാതെ ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ പുറത്തേക്കുള്ള വഴി, ഈ കുറ്റവിമുക്തനാകുന്നതിലേക്ക് നയിച്ചത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷന്റെ സമ്പൂർണ്ണ പരാജയമാണ്, വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്ന അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താവുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ കോടതി ഈ വിധി പകർപ്പ് പുറത്തു വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, യെസ്, അത് തന്നെയാണ്. 1709 പേജുകളുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീ എന്നും പൾസർ സുനിയുടെ മൊഴിയുണ്ട്. പൾസർ ദിലീപിനെതിരായി മൊഴി മാറ്റിയെന്നും കോടതി പറയുന്നുണ്ട്. പൾസർ ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നും വിധിപ്പകർപ്പിൽ സൂചിപ്പിക്കുന്നു. അതായത് ചില ചോദ്യങ്ങൾ, പല ഉത്തരങ്ങൾ എവിടെയൊക്കെയോ ബാക്കി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.